കോൺഫിഡൻസ് അത് താനേ ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. എൻ്റെ കഴിവുകൾ വെച്ച് മറ്റുള്ളവരുമായി ഞാൻ കമ്പയർ ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് കോൺഫിഡൻസ്. നിങ്ങൾ ആരുടെയും മുകളിലല്ല, ആരുടെയും താഴെയുമല്ല എന്ന തിരിച്ചറിവാണ് കോൺഫിഡൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സെൽഫ് കോൺഫിഡൻസ്. ഈ സെൽഫ് കോൺഫിഡൻസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചില ആളുകൾക്ക് ഒന്നിനും കോൺഫിഡൻസ് ഉണ്ടാകില്ല. പക്ഷേ ചിലർക്ക് വീട്ടിൽ നല്ല കോൺഫിഡൻസ് ആണ്, ബട്ട് പുറത്തേക്ക് ഇറങ്ങി നാലാളായിട്ട് സംസാരിക്കാൻ എന്തോ ഭയങ്കര പേടിയാണ്. പരീക്ഷ എഴുതാൻ പേടി, ഒരു അരമണിക്കൂർ നേരം കറണ്ട് പോയി കഴിഞ്ഞാൽ KCBക്ക് ഒന്ന് വിളിക്കാൻ പേടി, അങ്ങനെ പലതരം പേടികൾ. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഇതൊക്കെ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. മറുവശത്ത് എല്ലാത്തിനും കോൺഫിഡൻസ് ഉള്ള ആളുകളും ഉണ്ടാകും, അല്ലേ? ഈ കോൺഫിഡൻസ്, നമുക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഈ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ കാരണമാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ചിലർക്ക് വരുന്ന മെയിൻ പ്രോബ്ലമാണ് ഈ നെഗറ്റീവ് കമൻസ്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് ശരിയായില്ല, അല്ലെങ്കിൽ നീ ചെയ്തത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടോട്ടലി ഡൗൺ ആവും. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരും. നമ്മൾ ചെയ്ത കാര്യത്തിലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിലും നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരും. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾക്കാർ, അതായത് നമ്മുടെ മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറെ ആരെങ്കിലുമൊക്കെ ആവാം. അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് നെഗറ്റീവ് കമൻസ് കേൾക്കുമ്പോൾ നമ്മൾ ടോട്ടലി ഡൗൺ ആവും. പിന്നീട് അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്തു വരാൻ ഒരുപാട് സമയമെടുക്കും. ഈ വക നെഗറ്റീവ് സ്ട്രോക്കാണ് മെയിൻ റീസൺ. അതല്ലാതെയുമുണ്ട് ഫിസിക്കലായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണക്രമം, നമ്മുടെ ചിന്താഗതി, ജനറ്റിക് പ്രോബ്ലംസ്, അങ്ങനെ പലതും. പക്ഷേ നമ്മൾ ഇന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് കമൻസ് തരുന്നവരെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. എലിമിനേറ്റ് ദി നെഗറ്റീവ് പീപ്പിൾ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് സംസാരിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന ആളുകളെ മെല്ലെ അങ്ങോട്ട് ഒഴിവാക്കുക. അവരാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴുവാനുള്ള ഏറ്റവും പ്രധാന കാരണം. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം അങ്ങ് ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും നെഗറ്റീവ് കമൻസുമായിട്ട് വരും, നമ്മൾ പറ്റ ഡൗൺ ആവും, അല്ലേ? അതുകൊണ്ട് നമ്മൾ അങ്ങനെ തരുന്ന ആ ഒരു പീപ്പിൾസിനെ നമ്മൾ മെല്ലെ ഒഴിവാക്കുക എന്നുള്ളതാണ്. മറുവശത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയല്ല കുറേ അധികം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അത് ഏതെങ്കിലും ഒന്ന് മനോഹരമായി ചെയ്യുകയാണെങ്കിൽ അതിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ അഭിനന്ദിക്കാതിരിക്കില്ല. അങ്ങനെ ആരെങ്കിലും ഒരാൾ അഭിനന്ദിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഈ നെഗറ്റീവ് പറഞ്ഞവർ അത്രയും പേരും നമ്മളെ ഒരിക്കലും അഭിനന്ദിക്കാൻ പോകുന്നില്ല. ഒരാളെങ്കിലും നമ്മളെ അഭിനന്ദിക്കാതിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താനേ കൂടിക്കൊള്ളും. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, ഇപ്പോൾ നമ്മളെ ആരെങ്കിലും എൻകറേജ് ചെയ്യുമ്പോൾ നമ്മളും തിരിച്ചങ്ങോട്ട് എൻകറേജ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താനേ കൂടിക്കൊള്ളും. രണ്ടാമത്തെ മെത്തേഡ്, സെൽഫിഷായി നിൽക്കാതെ സോഷ്യലായിട്ട് ഇറങ്ങിച്ചെല്ലുക. കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, എന്ത് കാര്യവും അവരോട് തുറന്നു പറയുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കുറേ നേരം ചിലവഴിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയാനുള്ള പ്രധാന കാരണം നമ്മൾ തന്നെയാണ്, വേറെ എങ്ങോട്ടും നോക്കണ്ട. എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ എന്നേക്കാളും പെർഫെക്റ്റാണ്, എന്നേക്കാളും നന്നായിട്ടാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്ന ചിന്ത നമ്മളെ നാം തന്നെ ഒരു ചട്ടുകൂടിൽ തളച്ചിടുകയാണ്. അതാണ് ആദ്യം മാറേണ്ടത്. നമ്മളെ തളച്ചിടുന്ന ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് നമ്മൾ തന്നെ പുറത്തേക്ക് വരണം. എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും, അവർക്ക് ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ടും അത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക, അങ്ങനെ പ്രവർത്തിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല്. സെൽഫ് കോൺഫിഡൻസ് കൂട്ടുവാനുള്ള പ്രധാന ഘടകം അവനവനിലുള്ള വിശ്വാസം കൂട്ടുക എന്നതാണ്. എന്നെ മറ്റാരുമായി ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പകരം ഞാൻ എന്നെ തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇന്നലത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിലുള്ള വ്യത്യാസം, അതൊക്കെയാണ് ഞാൻ എന്നിൽ വിലയിരുത്തേണ്ടത്. എൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്കുള്ള കഴിവുകൾ എനിക്കുമുണ്ട് എന്ന് കരുതിയാൽ നമ്മുടെ കോൺഫിഡൻസ് താനേ കൂടിക്കോളും. അതുപോലെ തന്നെ നിങ്ങൾ നിരന്തരം സെൽഫ് ടോക്ക് ചെയ്യുക. ഉറങ്ങി എഴുന്നേൽക്കുന്ന 5 മിനിറ്റ് നാം എന്ത് പറയുന്നുവോ എന്ത് ചിന്തിക്കുമെന്നോ അതാണ് യഥാർത്ഥത്തിൽ നാം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെക്കാൾ ബെറ്ററായി ആരുമില്ല എന്ന് കരുതി സന്തോഷിക്കുന്നതല്ല കോൺഫിഡൻസ്. നേരെ മറിച്ച്
നിങ്ങൾ എന്നത് ഒരു യുണീക്കായ വ്യക്തിയാണെന്നും ആരുമായും നിങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ആവില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ശുഭദിനം.